ബിഗ് ബോസ് മലയാളം സീസൺ 7 മൂന്നാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ വോട്ടിംഗ് നിലവാരം പരിശോധിക്കുകയാണ്. ഇത് ഇന്ന് രാത്രി 9 മണിവരെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ്. അപ്പോൾ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പതിവ് പോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് അനുമോൾ തന്നെയാണ്. 27,300 വോട്ടുകളുടെയാണ് അനുമോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. എന്താവും അതിന് കാരണമെന്ന് ആലോചിച്ചാൽ ഉത്തരം സിമ്പിളാണ്. അനുമോളെ ആ വീട്ടിലുള്ള സകലവരും ചേർന്ന് ഒറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്ത് ഒരു സഹതാപം അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം പ്രേക്ഷകർക്ക് ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാവണം ഒരുപക്ഷെ അനുമോൾ ഇപ്പോൾ ഒന്നാമത് തുടരുന്നത്. തൊട്ട് താഴെ കടുത്ത മത്സരം, രാവിലെയെല്ലാം ഒരു വേള ഷാനവാസായിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഇപ്പോൾ കടുത്ത മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഷാനവാസ് രണ്ടാം സ്ഥാനത്തുണ്ട്. 26,180 വോട്ടുകളാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം ഇന്നലെയും ഇന്നുമായിട്ട് നല്ല രീതിയിലുള്ള കണ്ടൻറ്റുകളാണ് ഷാനവാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ആളുകൾ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരായി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വോട്ടുകൾ ലഭിച്ചാണ് ഷാനവാസ് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്തുള്ള റെന ഫാത്തിമയ്ക്ക് 15,940 വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. റെന ഫാത്തിമയും നല്ല പൊട്ടൻഷ്യലുള്ള ഒരു ഗെയിമറാണെന്നാണ് എൻ്റെ വിശ്വാസം. നാലാം സ്ഥാനത്തുള്ള അപ്പാനി ശരത്ത് 15,940 വോട്ടാണ്. നെഗറ്റീവായാലും പോസിറ്റീവായാലും കണ്ടൻറ്റ് കൊടുക്കുന്ന വ്യക്തി എന്ന രീതിയിൽ അപ്പാനി ശരത്തിനെ അവിടെ നിലനിർത്താൻ എന്തായാലും പ്രേക്ഷകരുണ്ടാവും. തൊട്ട് താഴെ അപ്പാനി ഗ്യാങ്ങിൽ തന്നെയുള്ള അക്ബറാണ്. അക്ബറിന് 12,170 വോട്ടുകളാണ്. അപ്പാനിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് അക്ബറിൻ്റെ കാര്യവും. അത്യാവശ്യം നല്ല കണ്ടൻറ്റുകൾ കൊടുക്കുന്ന, ഉടക്കേണ്ട സ്ഥലത്ത് ഉടക്കുന്ന, തമാശ പറയേണ്ട സ്ഥലത്ത് തമാശ പറയുന്ന, അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റൊക്കെ നടത്തുന്ന ഒരാളാണ് അക്ബർ. അപ്പോൾ അക്ബറിന് 12,170 വോട്ടുകൾ കിട്ടിയതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഇവർ 5 പേരും എന്തായാലും ഈ ആഴ്ച സേഫാണ്. ഇവർ ഈ ആഴ്ച എന്തായാലും ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്നില്ല. ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ സാധ്യത 6, 7, 8, 9 സ്ഥാനത്തുള്ള 4 പേരിൽ 1, 2 പേരായിരിക്കും. അതിൽ 6ാം സ്ഥാനത്തുള്ളത് സാബു ആണ്. സാബുവിന് കിട്ടിയിരിക്കുന്നത് 8,900 വോട്ടുകളാണ്. സാബു ഒന്നും ആ വീട്ടിൽ ഒന്നും ചെയ്യുന്നില്ല. ഈ ആഴ്ച സാബു അവിടെ ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയാൻ വയ്യ. ഏറ്റവും രസകരമായ കാര്യം, സാബു റെഡ് സോണിലേക്ക് പോയ സമയത്ത് സാബുവിനെ ആരും അവിടെ മിസ് ചെയ്തില്ല എന്നുള്ളതാണ്. 7ാം സ്ഥാനത്തുള്ള ശൈത്യയ്ക്ക് 8,780 വോട്ടുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അനുമോളുമായി ബന്ധപ്പെട്ട് ഉള്ള കണ്ടൻ്റ് അല്ലാതെ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഇല്ലാത്ത മറ്റൊരു താരമാണ് ഈ പറയുന്ന ശൈത്യ. എന്നാൽ സരിക 8,130 വോട്ടുകളോടെ 8ാം സ്ഥാനത്ത് തുടരുകയാണ്. അത്യാവശ്യം വാചാലയായിട്ടുള്ള സംസാരിക്കുന്ന ആൾക്കാർക്കെല്ലാം ചുട്ട മറുപടി കൊടുക്കാൻ ശേഷിയുള്ള സരികയ്ക്ക് ഇത്രയും വോട്ട് പിറകിൽ പോയത് എന്താണ് എന്നാണ് ഞാനും ആലോചിക്കുന്നത്. ഏറ്റവും അവസാനമുള്ള കലാഭവൻ സരികയ്ക്ക് 7,340 വോട്ടുകളാണ്. അതായത് ഈ എവിക്ഷൻ ലിസ്റ്റിലുള്ളവരിൽ ഏറ്റവും വോട്ട് കുറവ് കലാഭവൻ സരികയ്ക്കാണ്. അപ്പോൾ ഈ ആഴ്ച ഒരു പക്ഷേ പുറത്താവാൻ സാധ്യത കൂടുതലും കലാഭവൻ സരികയായിരിക്കും. ഒന്നിൽ കൂടുതൽ പേരാണെങ്കിൽ ശാരികയോ ശൈത്യയോ സാബുവോ ഇവരിൽ ഒരാൾ പുറത്താവും. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.